ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും ഹരീനെയും കൂട്ടുകാരെയൊക്കെ കൂടി ഇനി ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ജാമ്യം ഒന്നും കിട്ടിയിട്ടില്ല, ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനും അതുപോലെ ഗോവർദ്ധന്റെ ഭാര്യയും ഒക്കെ വന്ന അലീനയോടും നമ്മുടെ കൃഷ്ണമോളോടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, മാത്രമല്ല എന്നും കുന്നും ഇതിങ്ങനെ ഓർത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സംഭവം നടന്നു വരും. ഒരാൾ മരിച്ചാൽ തന്നെ എത്ര നാൾ ഓർത്തോണ്ടിരിക്കും? നമുക്ക് പഴയ പോലെ നമ്മുടെ ജീവിത രീതികൾ പഴയ പോലെ മാറുമല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു. ഏതായാലും അതൊക്കെ പറഞ്ഞിട്ട് അവര് ഒരുമാതിരി സമാധാനപ്പെടുത്തി. പിന്നെ ബബിത എന്തെന്ന് ചോദിച്ചു. ബബിത അതിലേക്കൂടെ നടക്കുന്നുണ്ട്. ബബിത മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ബബിതയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയ അവസരം ബബിത വിനിയോഗിക്കുകയാണ്. കാമുകനെ വിളിക്കാനും വർത്താനം പറയാനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയമുണ്ടല്ലോ. അപ്പൊ അതെല്ലാം മാക്സിമം നമ്മുടെ ബബിത ഉപയോഗിക്കാട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിനിടയിൽ നമ്മുടെ മനു, നാളത്തെ സീനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് നടന്ന സീൻ ഇനി ഞാൻ പ്രത്യേകിച്ച് വ്യാഖ്യാനിച്ച് നിങ്ങളോട് പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പൊ ഇനി നമ്മുടെ മനുവിന് ഇത്രയും നാളായിട്ട് കാണുന്നില്ലല്ലോ, മനു എവിടെ പോയി, മനു മുങ്ങി നടക്കുവാണോ എന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ മനു ഈ വക നാണംകെട്ട പരിപാടിക്ക് മനുവിന് ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മനു ഈ വക പരിപാടിക്ക് ഇറങ്ങാത്തത്. അങ്ങനെ നമ്മുടെ മനു ആദ്യം വൈജയനെ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ വൈജയനെ കാണാനായിട്ട്, വൈജയനെ മാത്രം കാണാനല്ല, അവിടെ നമ്മുടെ ബാലചന്ദ്രനും കിടപ്പുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനെ അറിയിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ വൈജയെ പോയി കണ്ടു. അപ്പൊ വൈജ ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർക്ക് ജാമ്യം കിട്ടത്തില്ല, അത് ഉറപ്പായ കേസ് തന്നെയാണ്, ജാമ്യം കിട്ടത്തില്ല. പിന്നെ ഈ വാർത്തയൊക്കെ കണ്ട് രസിച്ചല്ലേ. നമ്മുടെ ഭാഗത്തു നിന്ന് ആരും ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബത്തെ ആരും ഇല്ലായിരുന്നുവെങ്കിൽ, ഇത് പുറത്താ നടന്നതെങ്കിൽ എന്താ ചെയ്യുക? നമ്മളും കണ്ട് രസിച്ചേനെ. അതുപോലെ ആൾക്കാരും ഇത് കണ്ട് രസിക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഓർക്കണം ആന്റി, നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ സഹിക്കുമായിരുന്നോ? നമ്മൾ വിട്ടുകൊടുക്കുമായിരുന്നോ? കേസിന് പൊരുതുവല്ലായിരുന്നോ? പോരാടത്തില്ലായിരുന്നോ? ഇതിപ്പോ നമ്മുടെ കുടുംബത്തിലെ കുട്ടികളല്ല, പ്രതികളാണ് നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നാടൊന്നടക്കം ഇളകിയിരിക്കുകയാണ്. പണമോ കാശോ ഒന്നും വാരി എറിഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും അവന്മാര് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അവന്മാര് കുറ്റവാളികൾ തന്നെയാണ്, ശിക്ഷിക്കപ്പെടേണ്ടി വരും. എന്താ മനു നീ പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് 2 ആൺതിരികളാ ജയിലിൽ പോയി കിടക്കാൻ പോകുന്നത്. ഇനി എത്ര നാൾ അവന്മാര് ജയിലിൽ കിടക്കും? ഒരു ശിക്ഷ കിട്ടിയാൽ 25 വർഷം 50 വർഷം അങ്ങനെയൊക്കെ ജീവപര്യന്തം, അല്ലെങ്കിൽ ഡബിൾ ജീവപര്യന്തം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവി അവിടെ കൊണ്ട് തീരില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തീരട്ടെ, അവന്മാര് ചെയ്തതല്ലേ, അവന്മാര് ചെയ്തു വെച്ചത്. അന്ന് അലീനയെ അവന്മാര് കയറി പിടിക്കാൻ നേരത്ത് ഞാൻ ഹരിയോട് ആവുന്ന തരത്തിൽ പറഞ്ഞ ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. അവൻ എന്താ ചെയ്തത്? അവൻ വീണ്ടും ഇത് ആവർത്തിച്ചു. അവന്റെ കാമുകിയാണേ ഓക്കെ, അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അവന്റെ കാമുകി എന്ന നിലയ്ക്ക് അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ, അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റട്ടെ. പക്ഷെ അവൻ എന്ത് ചെറ്റത്തരവ കാണിച്ചത്? പച്ചയ്ക്ക് പറഞ്ഞ് ഇതിനെ തന്തയില്ലാത്തരം നല്ലേ പറയേണ്ടത് എന്ന് തന്നെ വൈജയോട് ചോദിച്ചിട്ട്. അപ്പൊ വൈജയ്ക്ക് ഒന്നും പറയാനില്ല. അപ്പൊ വൈജ പറഞ്ഞു, എന്റെ രോഹിത് എന്ത് തെറ്റാ ചെയ്തത്? അല്ലെങ്കിൽ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളതാ ഹരിയുടെ കൂടെ കൂട്ടുകൂടരുതെന്ന്. അവൻ ഹരിയുടെ കൂടെ കൂട്ടുകൂടിയാ ഈ വിധത്തിലായത്. ഇനിയിപ്പൊ ഹരിയുടെ കൂടെ കൂട്ടുകൂടിയെന്നും ആരുടെ കൂടെ കൂട്ടുകൂടിയെന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാണ്ടി കാര്യങ്ങൾ ഇത്രത്തോളമായി. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, തറയിലിറങ്ങി ജീവിക്കുക. ഇത്രയും നാളും അഹന്തയുടെ കൊടുമുടിയിലല്ലായിരുന്നോ? ഇനിയെങ്കിലുവേ കുറച്ച് എല്ലാം മാറ്റി വെച്ചിട്ട് നിലത്തിറങ്ങി ഒരു സാധാരണ സ്ത്രീയെ പോലെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ എല്ലാം നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഭാഗത്തെ ശരിയൊന്നും ഉണ്ടാവണം എന്നില്ല. ദൈവം ചിലപ്പം എല്ലാവർക്കും ഒരു തക്കതായി ഇത് തന്നായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെ വേണം, കാരണം മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ മനു പറയുന്നത്. അപ്പൊ മനു പറഞ്ഞു, അല്ലെങ്കിലും നീ മറ്റേ ആളുടെ കൂടെ ആണല്ലോ, ബാലചന്ദ്രന്റെ കൂടെ ആണല്ലോ, നീ അലീനയ്ക്ക് സപ്പോർട്ടാണല്ലോ. സപ്പോർട്ട് നോക്കിക്കോ. ഞാൻ ഇവിടെ കിടക്കുന്നോണ്ടാ. ഇവിടുന്ന് ഞാൻ വെളിയിൽ ഇറങ്ങുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എന്റെ മകനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോലും കയറ്റത്തില്ലായിരുന്നു. പിന്നെ ആന്റി ഇപ്പം വെളിയിൽ ഇറങ്ങുമായിരുന്നെങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോവായിരുന്നോ? അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്ന കേസൊന്നുമല്ല. ഒരാളുടെ അടുത്ത് പോയി കൈയും കാലും പിടിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥ. പെണ്ണ് കേസാ. അത് ആന്റി ഒന്ന് ആലോചിക്ക്. ഒരാളെ കൊന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടെന്നോ മോഷ്ടിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു വക്കീലിനെ പോയി കാണാൻ പോലും മടിയുണ്ടാവില്ല. പക്ഷേ പെണ്ണ് കേസ്, ഒരു വക്കീലിനെ കിട്ടാൻ തന്നെ എന്ത് പാടായിരുന്നെന്ന് അറിയാമോ ആന്റിക്ക്? ഏതായാലും ആന്റി ഇവിടെ കിടക്ക്. അല്ലാതെ ഇനിയിപ്പോ ആന്റിക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. അത് ഏകദേശം നല്ല കാര്യം തന്നെയാ.
ഇവിടെ കിടന്നാൽ മതിയല്ലോ, പുറത്തുള്ളവരെ അഭിമുഖീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു ഇറങ്ങി പോവാണേ. എന്നിട്ട് നേരെ നമ്മുടെ മനു പോകുന്നത്, പിന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ വന്ന് രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ കിടക്കുന്നത്, പിന്നെ പോകുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്കാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നത് തന്നെ, മനു നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ എന്ന് പറയുമ്പോ, എങ്ങനെയാ അങ്കിളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? അച്ഛനും അങ്കിളിനൊക്കെ പുറത്തിറങ്ങി നടക്കാം, കാരണം നിങ്ങളുടെ പ്രായം വെച്ച് വേറെ ആൾക്കാരൊന്നും നിങ്ങളെ പറയാൻ പോകുന്നില്ല. പക്ഷെ എന്നെ അതുപോലെ അല്ലല്ലോ. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തവന്റെ ചേട്ടൻ എന്നല്ലേ എന്നെ അറിയപ്പെടുന്നത്. അവരും ആ കണ്ണിലല്ലേ എന്നെ കാണത്തുള്ളൂ. എന്റെ അനിയനാണല്ലോ ഒന്നാം പ്രതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനൊന്നും പറയാനില്ല കേട്ടോ. ബാലചന്ദ്രനോടൊപ്പം വീണ്ടും നമ്മുടെ മനു ചോദിച്ചു, അല്ല അങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഡിസ്ചാർജിന്റെ കാര്യം വല്ലതും ഡോക്ടർ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്തിനാ മനു ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് ചെല്ലുന്നത്? അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് ചെല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യവും ഇല്ലെന്നേ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. കട തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കടയിലെങ്കിലും പോയി ഇരിക്കുമായിരുന്നു, അല്ലാതെ ആ വീട്ടിൽ പോയി ഇരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിലും 3 മക്കളും അവിടെ ഒറ്റയ്ക്കാണല്ലോ, അവർക്കൊരു കൂട്ടാക്കി. ഞാൻ ഡോക്ടറിനോട് ആവുന്ന തരത്തിൽ ചോദിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ, അല്ല രോഹിത്തിന്റെയും ഹരിയുടെയും കാര്യം അങ്കിള് അറിഞ്ഞായിരുന്നോ? രോഹിത്തിന്റെയും ഹരിയുടെ ഒക്കെ കാര്യം ഞാൻ എന്തിനാ അറിയേണ്ടത്? അവന്മാര് തെമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ട് അത് അന്വേഷിച്ച് നടക്കലല്ല എന്റെ പരിപാടി. മകനായി പോയി, ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ പിന്നെ അവൻ കുറച്ചു ദിവസം ജയിലിൽ പോയി കിടക്കട്ടെ, ജയിലിൽ പോയി കിടന്നാലേ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇത് തന്നെ എനിക്കും അങ്കിളെ പറയാനുള്ളത്. ആ പെങ്കൊച്ചിന്റെ വീട്ടുകാരുടെ മുഖത്ത് നമുക്ക് നോക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉണ്ട് ആ പെങ്കൊച്ചിന്റെ വീട്ടുകാർക്ക് വേണ്ടി. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൈക്കൂലി കൊടുക്കാന്നൊക്കെ അല്ലേ പറയത്തുള്ളൂ. അവരത് സ്വീകരിക്കുവോ? ആകെപ്പാടെ മൊത്തം എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഹരി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ തന്നെ ആ പെങ്കൊച്ചിനെ കൊണ്ട് കെട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമ്മതിക്കുവോ? ഒരിക്കലും ഇല്ല. അതിനൊരു ജീവിതം ഉണ്ടോ ഇനി? അവന്റെ ജീവിതം നഷ്ടമായില്ലേ? എല്ലാം ഓർക്കുമ്പോഴത്തേക്കും തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. പിന്നെ എങ്ങനെ വെളിയിൽ ഇറങ്ങി നടക്കുക? സ്വസ്ഥതയില്ല, സമാധാനമില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയിലാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ കിടന്ന് ഓരോ കാട്ടായങ്ങൾ കണ്ടാൽ മതി. പിന്നെ രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ അങ്ങ് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക്, രണ്ടും കൂടെ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മകനെ രക്ഷിക്കാൻ പറ്റും, ഇപ്പൊ മക്കളെ രക്ഷിക്കാൻ പറ്റും ഓർത്ത്. എവിടെ നിന്ന് രക്ഷപ്പെടാനാ? ആളുകൾ അതുപോലെയാണ് പ്രതികരിക്കുന്നത്. ദേ നാറ്റക്കേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു നാറ്റക്കേസ് ഈ ഇടയ്ക്കൊന്നും പത്രത്തിലും ടിവിയിലും ഒന്നും വന്നിട്ടില്ല. അത്ര മാത്രം ഉണ്ട് പറയാനാണെങ്കിൽ എന്നൊക്കെ നമ്മുടെ ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാന് ഇനി എന്ത് എഫേർട്ട് എടുക്കാനാ? പിന്നെ എഫേർട്ട് എടുക്കണം എന്നുണ്ട്. സ്വന്തം മകനാണല്ലോ, എന്ത് കുറ്റം ചെയ്താലും മകനായി പോയി, ജനിപ്പിച്ചു പോയല്ലോ. ഈ ഭൂമിയിൽ പിറന്നത് ഞാൻ കാരണമാണല്ലോ. എനിക്കിപ്പോ തോന്നുന്നത് ഞാൻ കാരണമല്ലേ ആ പെങ്കൊച്ചു ഇപ്പം ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ കാരണമല്ലേ എന്റെ കൊച്ചുണ്ടായത്, രോഹിത് ഉണ്ടായത്. അപ്പൊ പിന്നെ ഞാനും ഇതിലൊരു പാർട്ടാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അത്രമാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട് രോഹിത്ത് പുറത്തിറങ്ങണം, രോഹിത്തിന്റെ വിദ്യാഭ്യാസം, രോഹിത്തിന്റെ ഭാവിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനാണല്ലോ, അപ്പൊ മനസ്സിലുണ്ട്. അപ്പൊ നമ്മുടെ മനു പറയുന്നുണ്ട്, അങ്കിൾ എന്തൊക്കെയാ മറച്ചു വെച്ച് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ തന്നെയാണല്ലോ അങ്കിളെ. അങ്കിൾ എന്തൊക്കെ പറഞ്ഞാലും മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും മകന്റെ ഭാവിയും ഒക്കെ ഓർക്കുമ്പോൾ അങ്കിളിനും മനസ്സിൽ ഒരു വിഷമം കാണുമെന്ന് എനിക്കറിയാം. അത് മറച്ചു വെച്ചൊന്നും അങ്കിൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഏതൊരു അച്ഛന്റെ അവകാശം തന്നെയാണ് എന്നിങ്ങനെ മനു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രന് മനസ്സിലാകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവിന് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ എല്ലാം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും രോഹിത് രക്ഷപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് എന്ത് തോന്നും? അരീന പറഞ്ഞിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ തന്നെ കിട്ടട്ടെ അച്ഛാന്ന്. അതുപോലെ തന്നെ ആൾക്കാരും അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പം ബാലചന്ദ്രൻ അത് മനസ്സിൽ വിചാരിച്ച തെറ്റ് തന്നെയാണ്. തെറ്റിനെ പ്രോത്സാഹിപ്പിക്കാത്ത ആളായതുകൊണ്ട് തന്നെ തന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ മറച്ചു വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പുറത്തെടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് ബാലചന്ദ്രൻ അറിയാമേ. അപ്പൊ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജ നേരെ ബബിതേനെ വിളിക്കുക. കൃഷ്ണ മോളെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അറിയാം. അതുകൊണ്ട് വൈജ നേരെ ബബിതേനെ വിളിക്കുകയാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് അറിയണമല്ലോ, അപ്പൊ അതിനുവേണ്ടിയാണ് വിളിക്കുന്നത്. അങ്ങനെ ബബിതേനെ വിളിച്ചു. ബബിതയോട് വിളിച്ച് ചോദിക്കുകയാണ്, കോടതിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മോളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഇല്ല രോഹിതേട്ടന് രക്ഷയില്ലെന്നാ കേട്ടത്, രോഹിതേട്ടനെയും ഹരിയേട്ടനെയും കൂടി നേരെ ജയിലിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പൊ തൽക്കാലം എവിടെ ഒരു സെല്ലിലേക്കാണ് മാറ്റുന്നത്. പിന്നെ ജാമ്യം ഒന്നും കിട്ടിയില്ല അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ കാര്യങ്ങളൊക്കെ മനു വന്നപ്പോ അറിഞ്ഞായിരുന്നു, മനു കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ജാമ്യം കിട്ടിയില്ലെന്നൊക്കെ. എന്ത് ചെയ്യാനാ മോളെ, ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ?
നിന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ കിടക്കുവാണല്ലോ, നിന്റെ അച്ഛൻ ഇതുവരെ ഡിസ്ചാർജ് ആയി പോകാറായില്ല, നീ വിവരമൊന്നും അന്വേഷിക്കുന്നില്ലേ? എനിക്കാണെങ്കിൽ ഇവിടെ അടുത്താണെങ്കിൽ പോലും നേഴ്സുമാരോട് ചോദിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാ, എങ്ങനെ ചോദിക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛന് തീരെ വയ്യെന്നൊക്കെയാ പറഞ്ഞത്, പിന്നെ ഡിസ്ചാർജ് ആകുന്ന കാര്യമൊന്നും എന്നോട് പറയാറില്ല ഇവിടെ ആരും എന്ന് പറഞ്ഞപ്പം അല്ല കൃഷ്ണ എന്തിയെ? ഓ കൃഷ്ണ എപ്പോഴും അലീനയുടെ പുറകെയല്ലേ? ആ അലീനയുടെ പുറകെ വാലാട്ടിക്കൊണ്ട് നടക്കുക. പിന്നെ അലീനയാ ആകെ മൊത്തം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അച്ഛനോട് പറഞ്ഞത്രേ കട തുറക്കണ്ടെന്നോ കട പൂട്ടിയിടണമെന്നോ. പിന്നെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കേൾക്കാം. അച്ഛൻ എന്നെ ഒന്നും വിളിക്കാൻ ഇവിടെ നേരമില്ലല്ലോ, പിന്നെ എങ്ങനെയാ അച്ഛനെ കുറിച്ച് ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞപ്പോ അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. അവൾ ഈ വീട്ടിൽ കയറി കാല് കുത്തിയപ്പം തുടങ്ങിയതാ നമ്മുടെ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടല്. അന്നു മുതലാ അച്ഛന് അവളോട് സ്നേഹം തുടങ്ങിയത്. അവള് ജാരസന്തതിയാ പോലും. അവള് ജാരസന്തതിയൊന്നുമല്ല, അവളെ ഉണ്ടല്ലോ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാ. അവിഹിതം മറയ്ക്കാൻ വേണ്ടി ജാരസന്തതിയാണെന്ന് പറയാലോ. നിന്റെ അച്ഛനെ കണ്ടു തന്നെയാ രോഹിത് ഓരോന്ന് പഠിച്ചത്. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെ എന്താ ചെയ്യുക? അച്ഛൻ എന്താ പറയുന്നത്? ജാരസന്തതിയാണെന്ന്. ദേ അയാൾക്കുണ്ടല്ലോ 10-30 കൊല്ലം മുമ്പൊന്നും ഇതുപോലൊരു ബന്ധമില്ലായിരുന്നു. അയാൾ അറിവ് വെച്ച കാലം മുതൽ എന്റെ പുറകെ നടന്നതാ, എന്നെ സ്നേഹിച്ച്. അന്നൊന്നും ആരും അയാൾക്കില്ലായിരുന്നു. അപ്പൊ പിന്നെ ഇത് ജാരസന്തതി ഒന്നും അല്ല. ഇപ്പം ഒരു തൊലിവെളുത്ത ഒരു കൊച്ചു പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് വീഴും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ പുറകെ പോവുക. അത് തന്നെയാ കാര്യം. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ ഞാനൊരു കാര്യം പറയാൻ ബബിതെ, ഹലീന പറയുന്ന അങ്ങനെ നീ കേട്ടെന്ന് ഞാൻ അറിഞ്ഞാല് എന്തോ കൃഷ്ണമോൾ എന്ത് വേണേലും കാണിച്ചോട്ടെ, നീ ആ സൈഡിലേക്ക് നോക്കാനേ പോകരുത്. അവിടെ ഇരുത്തി സമാധാനം കൊടുക്കരുത്. അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കാനാ നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാനൊന്നും വിചാരിച്ചാൽ അത് നടക്കുന്നു തോന്നുന്നില്ല അമ്മേ. അച്ഛൻ അവളെ എടുത്ത് തലേ ചുമന്നുകൊണ്ട് നടക്കല്ലേ. കൃഷ്ണയാണെങ്കിലോ ഇപ്പൊ ചേച്ചി ഇല്ലാതെ ഉണ്ണില്ല ഉറങ്ങില്ല, അങ്ങനെയാ. പോലീസ് സ്റ്റേഷനിലേക്ക് അവളെ പിടിച്ചോണ്ട് പോയതാ. എന്തോ ആ പാലാരിവട്ടത്തെ ആ രേവതി എന്ന് പറയുന്ന പെണ്ണില്ലേ, ആ അനാഥ പെണ്ണ്, ആ പെണ്ണിന് ഇപ്പൊ താമസിക്കുന്നിടത്തെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്നാണ് അത്ര ഇവളെ പുറത്തിറക്കാൻ സഹായിച്ചത്. പിന്നെ തൊലിവെളുപ്പുള്ളത് കൊണ്ട് ഏറെ ഏമാമാരെ ചെന്ന് കണ്ടാലും അവളെ പുറത്തിറക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര എന്താ പറയാ ബബിത ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും നമ്മുടെ അലീനെ അവിടുന്ന് ഓടിക്കണം എന്ന് തന്നെയാണ് ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വൈജ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന വന്ന് ബബിതയോട് പറയാ ഭക്ഷണം കഴിക്കാൻ വാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ഓ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന എന്തിനാടി, അതിനകത്ത് കുറച്ച് വിഷം കൂടെ കലക്കി ഞങ്ങൾക്ക് ഇങ്ങോട്ട് താ. ഒരു കുടുംബം തകർത്തപ്പോ നിനക്ക് സമാധാനം ആയില്ലോടി, നീ കാരണമല്ലേടി എന്റെ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിന്നെ ചൊല്ലി വഴക്കുണ്ടാക്കിയിട്ടല്ലേടി എന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആക്സിഡന്റ് ആയത്. അതുപോലെ നീ കാരണം തന്നെയാടി എന്റെ അച്ഛന് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നീ ഇവിടെ കാലെടുത്ത് വെച്ച് കുത്തിയത് കൊണ്ടോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. നീ നിനക്ക് ഏതേലും വീട്ടിൽ ചെന്ന് കയറത്തില്ലായിരുന്നു, വേറെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കയറണമായിരുന്നോടി നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ബബിത അങ്ങ് തുടങ്ങിയിട്ട് അപ്പൊ അലീന പറയുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? ഞാൻ ഈ വീട്ടിൽ വന്നതുകൊണ്ടാണോ ഇപ്പൊ രോഹിത്തും ഹരിയും കൂടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഞാൻ ഈ വീട്ടിൽ വന്നതുകൊണ്ടാണോ? അല്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും നടക്കാനുള്ളത് നടന്നിരിക്കും. അതുപോലെ തന്നെ അമ്മ അന്ന് ഇറക്കി വിട്ടത് ഞാനാണോ? അച്ഛനല്ലേ. അതിന് ഞാൻ എന്താ പഴിച്ചത്? ഓ നീയൊന്നും പഴിച്ചില്ലല്ലോ, നീ കൂടുതലൊന്നും നീ പറയുമൊന്നും വേണ്ടടി, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ, എനിക്ക് പകുതി സമാധാനം കിട്ടും, എന്റെ അമ്മയ്ക്ക് സമാധാനം കിട്ടും, ചുമ്മാ കെട്ടിക്കേറി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബബിത വീണ്ടും ഓരോന്ന് പറയാണ്. അലീന പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല കേട്ടോ. നമ്മുടെ കൃഷ്ണമോൾ വന്ന് അലീനയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പോട്ടെ ചേച്ചി സാരമില്ല. ബബിത ചേച്ചിയുടെ അറിവില്ലായ്മയാണ്. ബബിത ചേച്ചിക്ക് ഇപ്പൊ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അമലെന്ന് പറയുന്ന ആ മുടിയനില്ലേ, ആ വൃത്തികെട്ടവനെ, അവനെ ഫോൺ വിളിക്കാം. അവൻ കുളിക്കൂല നനയ്ക്കൂല എടുക്കൂല. അപ്പൊ അവനെ ഫോൺ വിളിച്ച് എങ്ങനെയും നടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ അമ്മയോടുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും അല്ല പിന്നെ ഈ കാഴ്ച വെച്ചത്. പിന്നെ അലീന ചേച്ചിയോടുള്ള കുശുമ്പും കുഞ്ഞായ്മയും ഇതൊക്കെ തന്നെയാ. ചേച്ചി അത് കാര്യമാക്കുമൊന്നും വേണ്ടാട്ടോ എന്ന് പറയുമ്പം അല്ല മോളെ കൃഷ്ണയെ, നിന്നോട് ഞാനൊരു കാര്യം പറയാനിരിക്കുമായിരുന്നു. ഇനി സ്കൂളിൽ പോകാതിരിക്കരുത്, സ്കൂളിൽ പോകണമല്ലോ. അപ്പൊ മോളെ നീ ഒരു കാര്യം ചെയ്യണം, സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയാ പോകുന്നത്? ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതൊന്നും സാരമില്ല, കളിയാക്കിയിട്ടുണ്ടേ പറഞ്ഞല്ലോ, ഗോവർദ്ധനങ്ങളുടെ ആന്റി വന്നപ്പോ പറഞ്ഞല്ലോ, കളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കളിയാക്കും, 1-2 ദിവസം, മോൾ അത് മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോളെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്, നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.